ഹലോ മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശിവദാസ മേനോൻ രാഹുലിനെ വിളിച്ച് കല്യാണ ചെറുക്കൻ്റെ ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് രാഹുൽ ഞെട്ടിപ്പോവാണ്. നോക്കുമ്പോൾ നമ്മുടെ മനോഹർ നിൽക്കുന്നു. രാഹുൽ കൂടെ അപ്സെറ്റായിട്ട് അവിടെ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന മനോഹർ നിഷയുടെ കൂടെ പുറത്തൊക്കെ കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നൈസായിട്ട് നിഷയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, മോളു കല്യാണത്തിന് ഒരുപാട് ആൾക്കാരെ ഒന്നും വിളിക്കണ്ട, ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നതോടും മുമ്പ് വരെ വീട്ടുകാരൊക്കെ ഇങ്ങനെ നമ്മളെ പുച്ഛിച്ചിട്ടായിരുന്നു. പോയി കുറേ കാശൊക്കെ ആയി ബിസിനസ്സൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറ്റിച്ചേർന്ന് കൂടാനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കേണ്ടെന്ന് പറയുമ്പോൾ നിഷ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, റോഹിയേട്ടൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ പുള്ളി ചിന്തിക്കും, ഞാൻ തന്നെ പറയണം, ഇവള് പറയുവേലേ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അടുത്ത നമ്പർ ഇടുവാണ് കേട്ടോ മനോഹർ പറയാണ്, അതല്ല മോളുടെ ചേച്ചി ഒളിച്ചോടി പോയതുകൊണ്ടേ അതൊരു നാണക്കേടായിരിക്കും എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതും കൂടെ കൊണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് നിഷ പറയാണ്, അത് ശരി, ആർഭാടമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ, ഞാൻ പറഞ്ഞു നോക്കാം, അവളോ ഒളിച്ചോടിപ്പോയി, ഈ കല്യാണം വല്ലതും നടത്തണമെന്നുണ്ട് എന്നാന്നൊക്കെ പറഞ്ഞ് പറയാം, നമുക്കിനിയിപ്പോൾ എന്തായാലും പുറത്ത് ചുറ്റാം, എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ മനോഹർ മനസ്സിൽ പറയാം, ചുറ്റാം ഇപ്പം ചുറ്റാം, അതേപോലെ നിന്നെ ഞാൻ ചുറ്റിച്ചോളാം എന്ന് പറഞ്ഞ് അവർ കറങ്ങാനൊക്കെ പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന മനോഹർ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ രാഹുൽ കൈ കൊടുത്തിട്ട് പറയുകയാണെങ്കിൽ, കൺഗ്രാജുലേഷൻസ് നിൻ്റെ പുതിയ കല്യാണത്തിനെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ നീ കെട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മനോഹർ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് ഇത് തന്നെയാണോ ഇവിടെ തൊഴിൽ, നമുക്ക് 30 ദേവതകളുണ്ടെന്ന് പറഞ്ഞ പോലെ നിനക്ക് അത്രയും ഭാര്യമാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രാഹുലിനോട് മനോഹർ പറയുന്നുണ്ട്, എന്തായാലും താനെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ തൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ടും വേണം, എൻ്റെ അപ്പനും അമ്മയായിട്ട് അഭിനയിക്കാൻ ആരെങ്കിലും കൊണ്ടുപോകണം, ഇച്ചിരി ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആളെ വേണമായിരുന്നു, തൻ്റെ ഫ്രണ്ട് അല്ലായിരുന്നെങ്കിൽ തന്നെ കൊണ്ടുപോകാമെന്ന് ഓർത്തായിരുന്നു ഞാൻ ഇരിക്കുന്നതെന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ടോണ്ട് ഇവർ തമ്മിൽ എന്തോ വഴക്കാന്ന് മനസ്സിലാക്കിക്കൊണ്ട് സരയു താഴോട്ട് വരുവാണ് കേട്ടോ. പക്ഷേ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. പക്ഷേ സരയു മനോഹറിനെ കാണുന്നു ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അച്ഛൻ ഇനിയും കൊങ്ങയ്ക്ക് കുത്തി പിടിക്കാൻ വേണ്ടി നിൽക്കുവാണോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, അത് സാരമില്ല മോളൂ, നമുക്ക് അസുഖമുള്ളവരെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുമല്ലോ, അവരെ ചികിത്സയ്ക്ക് വല്ല വേണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. രാഹുൽ ഇങ്ങനെ തുറച്ച് നോക്കുമ്പോൾ സരയു പറയുന്നുണ്ട്, നോക്കുന്ന കണ്ടില്ലേ, നോക്കി പേടിപ്പിക്കുന്ന കണ്ടില്ലേ, മനുവേണ്ട ഇങ്ങ് വാ എന്ന് പറയുമ്പോഴത്തേക്കും ശാരി അങ്ങ് വരുവാണ് കേട്ടോ. ശാരിയും കൂടെ വരുമ്പോഴത്തേക്കും മനു നമ്മുടെ സരയുവിൻ്റെ കൂടെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ശാരി പറയുവാണ്, നിങ്ങൾ രാമായണ മാസമായിട്ട് നിങ്ങളൊന്ന് ചാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി ഞങ്ങളുടെ മരുമോനെ കൂടുതലൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട, നിങ്ങളെപ്പോലെ ഒരു ഉടായ്പ് ഉള്ള ഒരുത്തം വേറെ ലോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ രാഹുലിനെ പറയുവാണ് കേട്ടോ. അപ്പം തിരിച്ച് ശാരിയോട് രാഹുൽ പറയുന്നുണ്ട്, നിൻ്റെ ഈ മാറ്റം എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, ഇനി ഫുഡ് കഴിക്കാഞ്ഞിട്ടാണോ നിങ്ങൾക്ക് ഈ പ്രാന്ത് കൂടിയെന്ന് ചോദിക്കും. പറയും, ഇനിയിപ്പോൾ എന്ത് ഫുഡ് കഴിക്കാൻ, ഇങ്ങനെ തന്നെ മേലോട്ട് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അത് കഴിയുമ്പം രാഹുൽ നൈസായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ശിവദാസൻ്റെ കല്യാണത്തിന് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ശാരി പറയും, ഞാനങ്ങും പോകുന്നില്ല, ഈ വട്ടം പിടിച്ചിരിക്കുന്നോടത്ത് ഇനി എങ്ങോട്ട് പോകാനാണെന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ്, നിങ്ങൾ പോകാത്തതുകൊണ്ട് നിൻ്റെ മരുമോന് കൊള്ളാമെന്ന് പറയുമ്പോൾ ചോദിക്കും, മരുമോന് കൊള്ളാമെന്നോ, നിങ്ങൾ എന്താ പിച്ചും പേയും പറയുന്നതെന്ന് ചോദിക്കണം കേട്ടോ. അല്ല നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പോയില്ലേലും അവനിവിടെ കാണില്ലല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശാരി ഇങ്ങേരുത് എന്താ ഈ പിച്ചും പേയും പറയുന്നതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശൻ വണ്ടി ഓടിച്ച് പോകാൻ നേരത്ത് കിരണിൻ്റെ വണ്ടി കാണും കേട്ടോ. പെട്ടെന്ന് വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണ്, വണ്ടി ഇടിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പം കിരൺ അറിയുന്നില്ല, ഇറങ്ങി ചാടി കയറും, വെളി ഇറങ്ങിയിട്ട് ആരോടോ നോക്കി കണ്ട് ഓടിക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ അങ്ങ് ഇറങ്ങി വരുവാണ് കേട്ടോ. പിന്നെ പ്രകാശൻ പറയുകയാണ്, നിൻ്റെ ഈ കൂറ വണ്ടി പോലെയൊന്നുമല്ല, ഇത് ഗിയറൊന്നുമല്ല, ഓട്ടോമാറ്റിക്, അപ്പം എവിടെ വേണമെങ്കിലും നിർത്താം എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് കിരൺ ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും തൻ്റെ വണ്ടിയല്ലോ, ഓണിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട വരുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എൻ്റെ വണ്ടിയല്ല, പക്ഷേ അതുപോലെ തന്നെയാണ്, എന്തായാലും നീ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതൊന്നും വരുമല്ല, കൊടുക്കണമെങ്കിലും ഇന്ന് അതിനെനിക്ക് ആസ്തി ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ പറയുകയാണ്, എൻ്റെ മകൻ അടുത്ത ആഴ്ച ഇങ്ങ് വരും, അവനെ എത്ര കോടികളും മുറയ്ക്കും പുറത്തിറക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്, അത് കഴിഞ്ഞ് എൻ്റെ മോനും ഞാനും കൂടെ ഈ നാടും വീടും ഒക്കെ അടിച്ച് പെറുക്കി സെറ്റപ്പ് ആക്കും എന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, നാടും വീടും അടിച്ച് പെറുക്കുന്നതും കൊള്ളാം, വല്ലവരും തലയടിച്ച് പൊട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പ്രകാശനെ കണ്ണാടിയൊക്കെ വെച്ച് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. പോകുന്നതിന് മുമ്പ് കല്യാണീനെയും കിരണിനെയും കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മൂമ്മേനാണ്. അമ്മൂമ്മ കാർത്തിക ഫുഡ്സിൽ വന്ന്
ജോലിക്കാരെയൊക്കെ ഓരോ ചീത്ത പറയുകയാണ്, കള്ളപ്പണി എടുക്കുകയെന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കേട്ട് കാർത്തികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അങ്ങ് വരും. അപ്പം കാർത്തികയോട് പറയും, മോളെ ഇത്രയൊന്നും ചേരുവകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം കാർത്തിക പറയും, ആദ്യം മാർക്കറ്റിലൊന്ന് പിടിച്ച് നിൽക്കണം, അത് കഴിയുമ്പം എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മ പറയും, നിങ്ങൾ നോക്കുക മോളെ, ഞാൻ ഉണ്ടാക്കിയതാണ്, മോളൊന്ന് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഉണ്ടാക്കിയ രീതി ചേരുവകൾ മാറ്റിയ രീതി കൊടുക്കും കേട്ടോ. സൂപ്പറായിട്ടുണ്ടെന്ന് പറയും കാർത്തിക. ആ സമയത്ത് പറയും, ഞാനിത് കുറച്ച് കാലം ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ധാരണയൊക്കെ എനിക്കുണ്ട് മോളെ എന്നൊക്കെ പറയും കേട്ടോ. അതിന് കാർത്തിക അവിടെ നിന്ന് പോവുകയാണ്. മനസ്സിൽ നിങ്ങൾ കളവി ചെയ്യുന്നത്രയും നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പിന്നെ കാർത്തിക പോയി കഴിയുമ്പോൾ വീണ്ടും സ്റ്റാഫിൻ്റെ ഒക്കെ മെക്കെട്ട് കയറുവാണ് കേട്ടോ നമ്മുടെ അനുമതിയമ്മ. അത് കഴിയുമ്പോൾ പുള്ളിക്കാരി പറയുന്നത്, മര്യാദയ്ക്ക് നിന്നാൽ കൊള്ളാം, എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്, നിൻ്റെ ഒന്നും വേഷം കെട്ട് എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് പറയണം കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.